ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ചിപ്സ് ആയിട്ടാണ്. പൊട്ടാറ്റോ ചിപ്സ്. നമ്മൾ സാധാരണ ഇത് കടയിൽ നിന്നൊക്കെയാണ് ഒത്തിരി പൈസയൊക്കെ കൊടുത്ത് മേടിക്കുക. പിന്നെ ഇതിനകത്തുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ് ഉരുളൻകിഴങ്ങ്. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയുള്ള സമയത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിപ്സാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 5 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി കാണും. 3 എണ്ണം വലുതും 2 എണ്ണം ചെറുതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉരുളൻകിഴങ്ങിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരണം. അപ്പോൾ ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി എടുക്കുക. അതുകൊണ്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അതായത് ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഉരുളൻകിഴങ്ങ് ഞാനിപ്പോൾ അതിന് മുന്നേ പറയാൻ വിട്ടുപോയി. ഞാൻ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി നനവ് വന്നത്. അതിന് ശേഷം ഞാൻ ആദ്യം ഈ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടെ ആ വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കാം. അടുത്തത് നമുക്ക് ഇനി ഉരുളൻകിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്തരത്തിലുള്ളൊരു ഗ്രേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അതിൻ്റേതായ ഒരു ചെറിയൊരു ബ്ലേഡ് ഉണ്ട്. അപ്പം ഇതൊരു പെർഫെക്റ്റ് ഒന്നുമല്ല. നമുക്ക് ലേസൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതേപോലെയൊക്കെയുള്ള ഗ്രേറ്ററൊക്കെ ഉണ്ട്. ആ ഒരു ഷേപ്പിൽ വരുന്ന ഗ്രേറ്ററൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഇന്ന് വീട്ടിലുള്ളത് ഇതേപോലത്തെ ഒരു ഗ്രേറ്ററാണ്. അപ്പോൾ അത് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ലേസിൻ്റെ പോലത്തുള്ള ഷേപ്പൊന്നും വരത്തില്ല. ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഷേപ്പാണ് വരിക. അപ്പോൾ അതെന്താണെങ്കിലും ഞാൻ ഈ ഗ്രേറ്റർ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം പഴയ ഗ്രേറ്ററിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പൊടിഞ്ഞു പോവാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലുള്ള വേറൊരു ഗ്രേറ്റർ ഇതുപോലത്തെ എടുത്ത് വന്നിട്ടുണ്ട്. ഇത് പിന്നെയും എനിക്ക് കുഴപ്പമില്ല. സാധാരണ നമ്മൾ പൊട്ടറ്റോ ചിപ്സായിട്ട് ലേസല്ല, അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ചിപ്സ് കണക്കിന് എനിക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലേ, ഇതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു സൈസൊക്കെ എന്നൊക്കെ പറയുന്നത്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, ഗ്രേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് വളരെ കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കുക. കാരണം എല്ലാ വീട്ടിലും ഗ്രേറ്റർ ഉണ്ടാവണം എന്നില്ല. ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാ ഉരുളൻകിഴങ്ങും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. വളരെ നൈസായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ചിലതൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പൊടിഞ്ഞ് പകുതിയായി പോയിട്ടുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ നമുക്ക് തന്നെ കഴിക്കാനുള്ളതായതുകൊണ്ട് നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഉരുളൻകിഴങ്ങ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലോട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതുപോലെയൊക്കെ നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ആദ്യമേ തന്നെ നല്ലൊരു കോട്ടൺ തുണി, നീളമുള്ളൊരു കോട്ടൺ തുണി വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഉരുളൻകിഴങ്ങൊന്ന് ഇട്ടിട്ട് ഒന്ന് ഒപ്പി എടുത്താലും മതി. ഞാനിപ്പോൾ വളരെ കുറച്ച് ഉരുളൻകിഴങ്ങല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ടവലിൽ ഇതുപോലെ തന്നെ ഒന്ന് തോർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ടോ, ഇതേപോലെ ഒന്ന് ഒപ്പി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം ഈ ഒരു ടിഷ്യൂ ടവൽ ഇതുപോലെ ഒന്ന് മേലെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരിയെങ്കിലും നനവ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പറിൽ കയറി പിടിച്ചോളും. അപ്പം മാക്സിമം ഇതിനകത്തുള്ള വെള്ളം കളയാൻ നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഉരുളൻകിഴങ്ങിൽ വെള്ളമൊക്കെ നന്നായിട്ടൊക്കെ പോയിട്ടുണ്ട്. ഒട്ടും തന്നെ നനവില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൾക്കായിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ടവൽ വിരിച്ചിട്ട് തന്നെ ചെയ്താൽ മതിയാവും. അതായിരിക്കും ഇച്ചിരി കൂടെ സൗകര്യം. അപ്പോൾ ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ നിറച്ചിട്ടുണ്ട്. അപ്പം ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എണ്ണ ചൂടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ അതിനൊരു സമയമൊന്നുമില്ല. നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് തന്നെ വെക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഒരു നിറമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം.
കണ്ടോ ഇപ്പം നമ്മുടെ നിരക്കൊന്ന് ഈ ഒരു ഇതിൻ്റെ സൈഡുകളിലൊക്കെ നിരക്കൊന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ അതാ ഒന്നും കൂടെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, നമുക്ക് വെന്ത പോലെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. ആ കളർ അരുവൊക്കെ കണ്ടാൽ അറിയാം, ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിതുപോലെ ഒന്ന് പരത്തി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് വരാം. പിന്നെ ഈ ഒരു ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് വറുത്ത് കോരി ഉടനെ തന്നെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടും ക്രിസ്പി ആയിരിക്കത്തില്ല, അതൊരുമാതിരി തണുത്ത് തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ക്രിസ്പ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എങ്കിലാണ് അതൊരു ക്രിസ്പാണെന്നോ അല്ലെങ്കിൽ ചിപ്സ് ആണെന്നോ നമ്മൾ പറയത്തുള്ളൂ. നല്ലൊരു ക്രിസ്പിനെസ് നമുക്ക് ഈ ഒരു ചിപ്സിന് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഉടനെ തന്നെ വറുത്തതിന് ശേഷം ഉടനെ തന്നെ കഴിക്കാതിരിക്കുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശരി, ഞാൻ വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു വറുത്തെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഇച്ചിരിയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിക്കും, പക്ഷെ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടുള്ളതുണ്ടല്ലോ, നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത സമയത്ത് ഇച്ചിരി ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് അത് ഇച്ചിരി കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ശബ്ദം ഞാൻ കേൾപ്പിക്കാം, എത്രമാത്രം ഇതിനൊരു ക്രിസ്പിനെസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് അല്പം മസാലയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം, ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു പൊടി പോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാനിന്ന് വളരെ പ്ലെയിൻ ആയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്, കാരണം അവർക്കത് കെച്ചപ്പിൽ മുക്കി കഴിക്കാനാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു കാണുന്നത് കരിഞ്ഞ ഭാഗത്തിൻ്റെ ഒന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. 15 മിനിറ്റിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പൊട്ടറ്റോ ചിപ്സാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.